സ്നേഹസ്വരൂപനാം യേശു, ദിവ്യകാരുണ്യമായോസ്തിയിൽ വാഴുന്ന സ്നേഹസ്വരൂപനാം യേശു, അണയേണമേ എന്നിൽ നിൻ കൃപാമാരിനി ചൊരിയണമേ എൻ്റെ ഹൃത്തിൽ, ദിവ്യകാരുണ്യമായോസ്തിയിൽ വാഴുന്ന സ്നേഹസ്വരൂപനാം യേശു. യേശുക്രിസ്തുവാണ് ഏക ലോകരക്ഷകനെന്ന് വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പ്രബോധനങ്ങളും സംശയരഹിതമായി പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവാണ് എല്ലാ മനുഷ്യരക്ഷകനെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് കാരണം നോക്കാൻ പോവാണ്. എന്താണ് കാരണം? വെറുതെ കാരണമില്ല, പറയാൻ പറ്റിയത്. ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത തെളിവുകൾ പറയണം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പേജ് 48 എടുക്കാം. പേജ് 48 വായിച്ച്, രണ്ടാം ഭാഗം എല്ലാവരും വായിച്ച്. സർവ മനുഷ്യരുടെയും രക്ഷകൻ യേശുക്രിസ്തുവാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ. നമുക്ക് ആ ഹെഡിങ്സ് മാത്രം വായിച്ചു പോകാം. ഒന്നാമത്തെ കാരണം എന്താണ്? യേശു പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ലോകത്തുള്ള എല്ലാവരും പാപികളാണ്. എല്ലാവരും പാപികളാണ്, അല്ലേ? പാപം ചെയ്യാത്ത ആരുമില്ല. പാപം ചെയ്യാൻ എന്താ ഉണ്ടാകാൻ പോകുന്നത്? പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ ദുരന്തം, പാപത്തിൻ്റെ ദുരന്തം വർണ്ണനാതീതമായതുകൊണ്ട് ഒറ്റ വാക്യത്തിൽ ഇങ്ങനെ എഴുതി. റോമ 6:23, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ബൈബിളിൽ മരണം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്തിലേക്ക് ലിമിറ്റ് ചെയ്യാൻ പാടില്ല. 5 മരണങ്ങളുണ്ട് ബൈബിൾ. 5 അർത്ഥത്തിലാണ് മരണം. ഒന്ന്, ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്, ദൈവത്തിലുള്ള നിത്യമായ അകൽച്ച. 2, ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അകൽച്ച. 3, അവനവനിൽ നിന്നുള്ള അകൽച്ച. 4, സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്നുള്ള അകൽച്ച. 5, നിത്യ ജീവനിൽ നിന്നുള്ള അകൽച്ച. ഈ 5 അർത്ഥത്തിലാണ് വേദപുസ്തകം മരണം എന്ന വാക്ക്. അതുകൊണ്ടാണ് ആദത്തോട് കർത്താവ് പറയുന്നുണ്ട്, നന്മ തിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ പഴം നീ തിന്നാൽ തിരുന്ന ദിവസം മരിക്കും. അതും 900ഓളം കൊല്ലം പിന്നെയും ജീവിച്ചു. അപ്പോൾ ഫിസിക്കൽ ഡെത്തിനെ പറ്റി അല്ല പറയുന്നത്, വ്യക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അവൻ മരിച്ചു. അപ്പോൾ തന്നെ അവൻ ദൈവത്തിൽ നകന്നു. അവൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലും ഭാര്യയിൽ നകന്നു. അവൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന അവസ്ഥയിലേക്ക് അവൻ അധപ്പതിച്ചു. അവന് വേണ്ടി ഭൂമി മുള്ളും മുൾച്ചെടികൾ മുളപ്പിക്കാൻ തുടങ്ങി. അവസാനം അവൻ അമർത്യനായി സൃഷ്ടിക്കപ്പെട്ട അവൻ മർത്യനായി മരണത്തിലേക്ക് പോയി. അപ്പോൾ പാപത്തിൻ്റെ ദുരന്തഫലം ആര് പാപം ചെയ്താലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള പാപത്തിൽ കിടക്കുന്ന മനുഷ്യ രക്ഷിക്കാൻ ലോകത്തിൽ ആർക്കും പറ്റുകയില്ല, യേശുക്രിസ്തുവിനെ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് വായിച്ചു നോക്കാം തിരുവചന ഭാഗം. പേജ് 48 ഏറ്റവും അവസാനത്തെ ഭാഗത്ത് 1 എന്ന് എഴുതിയിരിക്കും. യേശു പാപത്തിൽ മോചിപ്പിക്കും. ഉറക്കെ വായിക്കാം, എല്ലാവരും ചേർന്ന് വായിച്ചേ പ്ലീസ്. യേശു പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യമാണ്. മാലാഹ യോസേപ്പിനോട് പറയുന്ന ഭാഗമാണ്. വായിച്ചു നോക്കാം. ജോസഫ് ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ശ്രദ്ധിക്കുക, ഇനി കാരണം പറയാൻ പോവുകയാണ്. എന്തിന് മറിയം പ്രസവിക്കുന്ന ശിശുവിനെ യേശു എന്ന് തന്നെ പേരിടണമെന്ന്? എന്താണ് എൻ്റെ കാരണം? എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരേ ഒരുത്തിന് സാധിക്കുകയുള്ളൂ, യേശുക്രിസ്തുവിന്. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും യേശു അനിവാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ എല്ലാവരും പാപത്തിൻ്റെ വേദനമായ ശമ്പളമായ മരണം
അനുഭവിക്കേണ്ടി വരും, നാശത്തിൽ കഴിയേണ്ടി വരും. അതേപ്പറ്റിയുള്ള വചനങ്ങൾ തുടർന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിക്കോളും. രണ്ടാമത്തെ കാരണം, യേശു അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഈ അടിമത്വം എന്ന് പറയുന്നത്? ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ പോലും ചെയ്തു പോകുന്ന അവസ്ഥയാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 7:15 പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. തിന്മയാണെന്നറിയാം, അത് ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം 500 രൂപയുടെ സിഗരറ്റ് വലിക്കണം. വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ്, ധ്യാനം കൂടാൻ വരികയാണ്. അപ്പം മകൾ പറഞ്ഞു, ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്ത് പോകാൻ അനുവദിക്കുകയില്ല, അതുകൊണ്ട് 5 ദിവസത്തേക്കുള്ള സിഗരറ്റ് ഒരുമിച്ച് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അപ്പം മരിച്ചു തന്നെ പോകും, സിഗരറ്റ് വലിക്കായിരുന്നു. അങ്ങനത്തെ സ്ഥിതിയാണ്. അങ്ങനെ അദ്ദേഹം മകൾ കൂടെ ഒക്കെ സഹായിച്ചാണ് അത്രയും പൈസ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയത് എന്നാണ് അപ്പം സാക്ഷ്യം പറയുന്നത്. അപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ നേരത്തെ വന്ന് പേര് രജിസ്റ്റർ ശേഷം പുറത്ത് പോയി സിഗരറ്റ് വാങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ വരികയാണ്. അദ്ദേഹം പറയുകയാണ്, ധ്യാനകേന്ദ്രത്തിൻ്റെ വാതുക്കൽ വന്നപ്പോൾ ബസ്സിൽ അധികം പേരുണ്ടായിരുന്നില്ല. ബസ് സ്റ്റോപ്പ് അവിടെയല്ല, കുറച്ചങ്ങ് മാറിയ. പക്ഷേ അവിടെ വന്നപ്പോൾ എങ്ങനെയാണ് ബസ് നിന്ന് പോയ പോലെ ആയിപ്പോയി. ഉടനെ ആ കണ്ടക്ടർ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഇറങ്ങാനായിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ്, ഞാൻ ബസ് നിന്നുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് മുൻപോട്ട് നോക്കിയപ്പോൾ ചിറ്റൂർ ധ്യാനകേന്ദ്രം എന്ന ബോർഡ് കണ്ട ഉടനെ ഞാൻ അവിടെ നിന്ന് അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ആ സെക്കൻഡിൽ 500 രൂപയുടെ സിഗരറ്റ് ദിവസം വലിക്കുന്ന എനിക്ക് സിഗരറ്റ് വലിയോടുള്ള ആഗ്രഹം പോയെന്ന് മാത്രമല്ല, അന്നിവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്ന സമയത്ത് പണിക്കാർ സിഗരറ്റ് വീഡിയോ വലിക്കണം, ഇദ്ദേഹത്തിന് തലകർക്കം വരുന്നു. എത്ര ശ്രമിച്ചാലും മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് അടിമത്തത്തിൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടിട്ടില്ല, ഇങ്ങനെ വരുന്ന സമയത്താണ്. എത്ര പേരാണ് പറയുന്നത്, ധ്യാനം കൂടാൻ തീരുമാനിച്ച അപ്പോൾ മുതൽ വിടുതൽ. യേശുക്രിസ്തുവിന് മാത്രമേ പറ്റുള്ളൂ മനുഷ്യനെ വിടുവിക്കാൻ, സ്വതന്ത്രനാക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വചനം വായിക്കാം. ആ വചനം വായിക്കാം. 49-ാം പേജിൽ 2-ാമത്തെ നമ്പർ, യേശു അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും. തിരുവചനം യോഹന്നാൻ 8:36, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രം. എല്ലാവരും വായിച്ചേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ. ഇവിടെ എബൈഡ് നടക്കുന്ന സമയത്ത് അവസാന ദിവസം ഒത്തിരി ബോയ്സും ഗേൾസും മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് എന്നോട് പറയാറുണ്ട്, അച്ഛാ ഒന്ന് ബ്ലസ് ചെയ്യണം. ഇത് എന്താണെന്ന് അർത്ഥം സൂചന മനസ്സിലായില്ലേ? മൊബൈൽ ഫോൺ പലരും ദുരുപയോഗിക്കുന്നു, അശ്ലീല കാഴ്ചകൾ കണ്ട് നശിക്കുന്നു. അത് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യരുത്, പക്ഷെ സാധിക്കുന്നില്ല. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്നത് മാറണം, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെ ഏത് തരത്തിലുള്ള അടിമത്തമാണെങ്കിലും കൊള്ളാം, ഓർക്കുക, യേശു ക്രിസ്തുവിന് തീർച്ചയായും സ്വതന്ത്രരാക്കാൻ പറ്റും. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വതന്ത്ര മനസ്സുള്ളവരായിട്ടാണ്. ദൈവം നമ്മളെക്കൊണ്ട് നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കുകയില്ല. നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് അവിടെ നമ്മളെ ബഹുമാനിക്കുന്നു, അതിനാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചാലേ കർത്താവിൽ നിന്ന് ആ വിടുതലിൻ്റെ ശക്തി പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അടിമത്തം നമ്മളും കൂടെ ആയി സഹകരിച്ച് വരുത്തി വയ്ക്കുന്നതായതുകൊണ്ട് ആ തിന്മ നമ്മൾ വിട്ടുകളയാൻ തീരുമാനിച്ചാൽ യേശുക്രിസ്തു നിങ്ങളെ മോചിപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇനി 3-ാമത്തെ കാരണം വായിക്കാം. 3, യേശു ദുഃഖത്തിൽ നിന്ന്, ഉറക്കെ പറഞ്ഞ, യേശു ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കും. ഒരു 5 വർഷത്തിന് മുമ്പ് ഈ ധ്യാനകേന്ദ്രയോട് വളരെ ബന്ധപ്പെട്ടൊരു കുടുംബത്തിൽ ഒരു വലിയ അപകട മരണം ഉണ്ടായി. 12 വയസ്സ് മാത്രം പ്രായമുള്ള മാലാഖയെ പോലെയുള്ള സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു അവൾ. ഒരു ദുഃഖ ശനിയാഴ്ചയാണത്. അവളുടെ അമ്മയുടെ വീട്ടിൽ വെക്കേഷന് പോയതാണ്. അവളും വളരെ 7-8 വയസ്സുള്ള ഒരു കസിൻ അനിയനും കൂടെ കളിക്കാൻ ആയി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അവിടെ കല്ലൊക്കെ വെട്ടിയ വലിയ വലിയ കുഴികളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകരുതെന്ന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും കുട്ടികൾ ശ്രദ്ധിച്ചില്ല, ആ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. അപ്പോൾ ആ കുട്ടിയുടെ അപ്പൻ
നമ്മുടെ ധ്യാന കേന്ദ്രത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൈക്കോടതിയിലെ വക്കീലാണ്. വക്കീൽ മാത്രമല്ല, ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം സർവീസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനപ്പോൾ തന്നെ ഫോൺ ചെയ്തു. അദ്ദേഹം ഫോൺ എടുത്തിട്ട് ഒരു പെറ്റമ്മ കാറുന്നതിലും വലിയ കാറിച്ചയോടെ കരയുന്ന കേട്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി. പിറ്റേ ദിവസം ബോഡി ഇവിടെ കൊണ്ടുവന്നു. അടുത്ത് തന്നെ ഈ ചിറ്റൂർ ഡിവൈൻ നഗറിൽ അവർ താമസിക്കുന്നത്. ശവസംസ്കാരത്തിന് മന്ത്രിമാർ, ജഡ്ജിമാർ എന്ന് വേണ്ട സമൂഹത്തിലെ എല്ലാ പ്രമുഖരും വന്നിട്ടുണ്ട്. തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. മൃതദേഹം വീട്ടിൽ നിന്ന് എടുക്കാൻ തൊട്ട് മുമ്പ് അദ്ദേഹം മാനസികമായി തകർന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ അട്ടഹസിക്കുകയും ചിരിക്കുകയും വലിയ വായിൽ ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യാൻ തുടങ്ങി. അവിടെ കൂടിയിരുന്നവരെല്ലാം കരയാൻ തുടങ്ങി. ആ കുട്ടി മരിച്ചയാൾ ദുഃഖം ആർക്കും താങ്ങാൻ പറ്റുന്നില്ല. അപ്പനിങ്ങനെ ആയല്ലോ എന്നോർത്ത് എല്ലാവരും വിഷമിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി അന്ന് തന്നെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ആ സങ്കടത്തിൽ പങ്കുചേർന്ന് അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യണം, ധ്യാനം കൂടാൻ വരാൻ ക്ഷണിക്കണം എന്നൊക്കെ തോന്നി. അത് ഏപ്രിൽ മാസം 14 ആയിരുന്നു. അന്ന് ഈ വെക്കേഷൻ കാലത്ത് ഇവിടെ 2-3 ധ്യാനം ഒരേ സമയത്ത് നടക്കുന്ന സമയം, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ആ ശനിയാഴ്ച, വെള്ളിയാഴ്ചത്തെ ഇവിടെ സാധാരണ എല്ലാ പ്രായക്കാരും പങ്കെടുക്കുന്ന ധ്യാനമുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനം. അന്ന് എല്ലാ ആഴ്ചകളിലും ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ അദ്ദേഹം വന്നിരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ പിറ്റേ ദിവസം വന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന പ്രബോധനത്തിൻ്റെ സമയം. ഞാൻ അൾത്താരെ കയറി ഞാൻ കണ്ടു അദ്ദേഹം പുറകിയിരിക്കുന്നത്. ഞാൻ ഈ ഈശോയെ പറ്റിയുള്ള സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരക്ക് പിടിച്ച് അവിടെ നിന്ന് ഓടി വരുന്നത് കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ മൈക്ക് കൊടുത്തു. അദ്ദേഹം പറയാണ്, എൻ്റെ മോള് മരിച്ച അന്ന് മുതൽ ഞാൻ മൊബൈൽ ഫോൺ കൈകൊണ്ട് തൊട്ടിട്ടില്ല, മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല, മരിക്കണം എന്നൊറ്റ ചിന്തയിലായിരുന്നു. പക്ഷെ എങ്ങനെ മരിക്കണമെന്ന് എനിക്കറിയത്തില്ല, അതിന് ധൈര്യവുമില്ല. പക്ഷെ ഞാനിങ്ങനെ വിഷമിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, യേശുവിനെ സംബന്ധിച്ചുള്ള പ്രബോധനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടച്ചോ എൻ്റെ ഉള്ളിൽ കിടന്ന ദുഃഖം എങ്ങനെ പോയെന്ന്. എൻ്റെ മകൾ ജീവിച്ചിരുന്നപ്പോൾ അനുഭവിച്ചതിൻ്റെ അനന്തകോടി സന്തോഷമാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് എന്നെ സ്വതന്ത്രനാക്കി. അദ്ദേഹത്തിൻ്റെ മോളുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിക്ക് കുർബാനയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. ഞാൻ കുർബാനയ്ക്ക് ഇരുന്നു. ഒരു വലിയൊരു കുടുംബക്കാരായ കാരണം ഒരു ഹോട്ടലിലാണ് ഈ ഭക്ഷണം ക്രമീകരിച്ചിരുന്നത്. ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണമാണെങ്കിൽ എത്ര ആനന്ദത്തോടും സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി അദ്ദേഹം ഇടപെടും, അതുപോലെ ഓടി നടക്കുകയാണ്. എന്താ കാര്യം? അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതിൻ്റെ അനന്തകോടി അധികം കിട്ടി യേശുവിന്. പലരും വിചാരിക്കുന്ന ദുഃഖത്തിൻ്റെ കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാത്തതാണെന്നാണ്. അത് തെറ്റിദ്ധാരണയാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖത്തിൽ ജീവിതം തകർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഉദാഹരണം വിശുദ്ധരല്ലേ. വിശുദ്ധർക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടായി. എല്ലാവരും പീഡിപ്പിക്കപ്പെട്ടു, ഞെരുക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ചവിട്ടി താഴ്ത്തപ്പെട്ടു. പക്ഷെ അവരെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ആനന്ദിച്ചവരാരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. 4ാമത്തെ കാരണം, യേശു പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കും. ഒരിക്കലും പെൺകുട്ടി ഒരു എബൈഡ് ആരംഭിക്കുകയാണ് ഇവിടെ. അന്നൊക്കെ 1000ഓളം പേര് പങ്കെടുക്കുന്ന എബൈഡാണ്. ഒരേ സമയത്ത് 2 ധ്യാനമാണ്. ആന്തരിക സൗഖ്യ ധ്യാനത്തിന് 350-400 പേര് രജിസ്റ്റർ ചെയ്തിട്ട് ധ്യാനം കൂടുന്നു ഈ ഹോളിൽ. നിങ്ങൾ കയറി വന്നപ്പോൾ കണ്ട വലിയ ഹോൾ, ഇപ്പോൾ ബോയ്സിൻ്റെ ഡോർമെറ്ററി ആണത്. അവിടെ 1000-ലേറെ പേര് ധ്യാനിക്കുകയാണ്. എബൈഡ് തുടങ്ങുന്ന സമയമായി. എബൈഡിനേക്ക് വേണ്ടി അൾത്താരിലേക്ക് കയറാൻ പോയി തൊട്ട് മുമ്പ് കുറേ പേര് പിടിച്ചുകൊണ്ട് വരിക ഒരു പെൺകുട്ടിയെ, 18 വയസ്സ് പ്രായമുണ്ട്. എന്നിട്ട് പറഞ്ഞു, അച്ചോ ഇവൾ അവളുടെ പെറ്റമ്മയെ കുത്താനായി വലിയൊരു കത്തിയെടുത്ത് കുത്താൻ തുടങ്ങി. അമ്മയെ അവൾ ഉന്തി അടുക്കളയുടെ ഭിത്തിയിൽ നാഭിക്കിട്ട് തൊഴിച്ചു. അമ്മയ്ക്ക് ബ്ലീഡിങ് ആയി. എന്നിട്ട് വീട്ടിലെ ഏറ്റവും വലിയ കത്തിയെടുത്ത് കുത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വന്ന് പിടിച്ച് കെട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുക, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈ അങ്ങ് കഴച്ച് വിട്ടുപോകുക. എനിക്കതൊരു അടയാളമാണ് ഈ വ്യക്തിയിൽ തിന്മയുടെ ആധിപത്യം ഉണ്ടെന്നുള്ളതിൻ്റെ. ഈ പ്രാർത്ഥിക്കുക ഞാൻ 3 പ്രാവശ്യം ശ്രമിച്ച് പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അവൾ സംസാരിക്കണ്ടേ നമ്മൾ? അപ്പോൾ അവൾ വളരെ സ്മാർട്ട് ഗേളാണ്. അവൾ പറയുകയാണ്, അച്ചോ ഞാനിവിടെ 3 പ്രാവശ്യം എബൈഡിന് വന്നിട്ടുണ്ട് അച്ചോ. എന്നിട്ടാണ് നീ പണി ഒപ്പിച്ചത്?
അല്ലച്ചോ, എബൈഡിന് വന്നത് എബൈഡ് നശിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ സാത്താൻ ആരാധകയാണ്. ആഹാ, ഞാനിവിടെ വന്നത് പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്തത് അച്ഛനിവിടെ ശുശ്രൂഷകളെല്ലാം നിർവീര്യമാക്കാൻ വേണ്ടി പിശാചിൻ്റെ ആരാധകരുടെ ഒരു പ്രതിനിധിയായിട്ട് വന്നതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം 11 പേര് വേറെ ഉണ്ടായിരുന്നു. ഞാൻ അവരെയൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ ഒരു ഓൺലൈനിലാകും അച്ഛൻ്റെ പ്രാർത്ഥനയോട് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഇതിനെ തകർക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 3 അബൈഡ് ഞാൻ പൈസ മുടക്കി അയച്ചോ, പണി നടന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അബൈഡ് വരുന്ന ആൾക്കാർ ഇങ്ങനെ ആൾക്കാരുണ്ടോ? ഓഹോ. അപ്പോൾ അവൾ പറയും, എനിക്ക് ഞാൻ ശരി അച്ഛൻ, ഞാൻ അമ്മേനെ കൊല്ലാൻ ശ്രമിച്ച, പക്ഷേ ഇപ്പം അച്ഛനെ കണ്ടപ്പോൾ അച്ഛനെ കൊല്ലാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ഏടാടാ ഞാൻ എന്നെ അതിനിപ്പോ പണി തീർന്നില്ലേ? അപ്പം എനിക്ക് മനസ്സിലായി ഈ പരിപ്പ് വേകിയല്ല ഈ വെള്ളത്തിൽ. ഞാൻ ഉടനെ എന്നെ പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇവക്ക് വേണ്ടി, ഇവളെ കൊണ്ടുപോയി ധ്യാനഹോളി അമ്മയുടെ ഒപ്പം ഇരുത്തിയേക്ക്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ ഇതാണ്, അവൾ വചനം കേട്ട് കേട്ട് വേണം അവൾ രക്ഷപ്പെടാൻ. പ്രാർത്ഥന മാത്രം പോലും മനസ്സിലായി. അങ്ങനെ ഞാൻ അപ്പുറത്തെ മെയിൻ ഹോളിൽ പോയി അബൈഡിൽ ക്ലാസ്സിൽ കയറി. പിറ്റേന്ന് ഞാൻ വന്നപ്പോൾ അവൾ അവിടെ ഇരിപ്പുണ്ട് അറ്റത്ത്. അപ്പോൾ എനിക്ക് ഇവളെ കണ്ട പേടി വരുന്നത്. എനിക്കങ്ങ് നോക്കാം, അവളുടെ കണ്ണിൻ്റെ കുറുക്കൻ്റെ കണ്ണല്ലേ, വേറെ എന്തൊരു സാധനമില്ല. എൻ്റെ പേരെന്നാ നത്തിൻ്റെ കണ്ണ്. ശരിക്കത് അവളിങ്ങനെ അങ്ങനെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ ആപ്പാടെ എൻ്റെ ദൈവമേ, ഞാനപ്പോൾ സൈഡ് തിരിഞ്ഞ് നോക്കിയാൽ ക്ലാസ് എടുക്കുക. ഇവിട്ട് നോക്കാതിരിക്കാൻ വേണ്ടി സൈഡ് തിരിഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തത്. പക്ഷെ എന്നാലും ഞാൻ ഏറുകണ്ടിട്ട് നോക്കും വല്ല ചേഞ്ച് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഒരു 15 മിനിറ്റായി, അരമണിക്കൂറായപ്പോൾ ചെറിയ മാറ്റം അവിടെ മുഖത്ത്. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവളുടെ മുഖം മാലാഖയുടെ പോലെയായി. അപ്പോൾ അന്ന് സാക്ഷ്യം പറഞ്ഞ രീതി ഉണ്ട്, ക്ലാസ് ഇന്നും ഉണ്ട്. അവൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നു. അവളുടെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവൾ പറയാണ്, ഈ കഥയൊക്കെ പറയാം, എല്ലാവരും 350 ആൾക്കാരൊക്കെ പറയാ, ഞാൻ എൻ്റെ അമ്മ അവിടെ അമ്മേനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന്, ഞാൻ സാത്താനെ ആരാധിക്കുന്ന ആളായിരുന്നു. എന്നിട്ട് അവളെ ചരിത്രം മുഴുവൻ അവിടെ പരസ്യമായിട്ട് പറയുന്നു. അവൾ പറഞ്ഞിങ്ങനെയാണ്, അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ എന്നും വഴക്കുണ്ട്. അന്ന് കുറച്ച് ആഘോഷമായ വഴക്കായിരുന്നു. അപ്പോൾ ഇവക്ക് സഹിക്കാൻ പറ്റാതെ ഇവൾ എന്ത് ചെയ്യും, സന്ധ്യ സമയമാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ ഓടി. ഈ ഫോട്ടോ വെച്ച് ഭാഗത്ത് അവരുടെ വീട്. അപ്പോൾ ഓടിയപ്പോൾ ഇരുട്ടല്ലേ, പെങ്കൊച്ചല്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, പേടിച്ചിട്ടാണ് ഓടുന്നത്. അപ്പോൾ പുറകെ ഒരു മനുഷ്യൻ ഓടി വന്നു, ചെറുപ്പക്കാരൻ. ഇവളെ വിളിച്ചു. അപരിചിതനാകാൻ ഇവൾ പേടിച്ച് നിൽക്കാതെ ഓടി. അയാൾ പുറകെ ഓടി ഒരു പുസ്തകം കൊണ്ടു കൊടുത്തു. ആ പുസ്തകം സാത്താനോടുള്ള പ്രാർത്ഥനകളുള്ള പുസ്തകമായിരുന്നു. ഇവള് പറയാണ്, എന്തെന്നറിയാൻ പാടില്ല, എനിക്ക് ആ പുസ്തകം കൈ കെട്ടി വായിച്ചപ്പോൾ വലിയ ഇഷ്ടം തോന്നി. ഞാൻ അതിലെ പ്രാർത്ഥനകൾ, ഡെബിളിനോടുള്ള പ്രാർത്ഥനയാണ്, അത് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ എന്നിൽ പിശാച് ആവസിച്ചു വച്ചു. ഞാൻ ഞരമ്പ് മുറിച്ച് ബ്ലഡ് കുടിക്കുമായിരുന്നു പലപ്പോഴും. ആ ബ്ലഡ് കൊടുക്കുന്നവർ കുറേ ഉണ്ടല്ലോ നമുക്ക്. കുറച്ച് ഇവള് ദാഹം വരുമ്പോൾ അത് ബ്ലഡ് കൂടി. അവൾ തന്നെ പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു, അവളൊന്ന് ചത്തൊന്നും പോകുമെന്നില്ല ബ്ലഡ് പിടിച്ചാൽ. പിശാച് ആവശ്യമിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് മാറ്റം വന്നത്? യേശുവിനെ പറ്റിയുള്ള പ്രബോധനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പിശാച് എന്നെ വിട്ടുപോയിച്ചാ. ഓർക്കുന്നില്ലേ സുവിശേഷത്തിൽ വായിക്കുന്ന മർക്കോസ് 5 എന്താണ്? ശവകൂടീരങ്ങൾക്കിടയിൽ കിടക്കുന്ന ഒരു പിശാച് ബാധിതൻ, ലഗിയോണാണ്. 1000 പിശാച് അവനിലുണ്ട്. അവൻ തുണി കൊടുക്കുന്നില്ല. അവൻ കല്ലുകൊണ്ട് ദേഹമെല്ലാം കുത്തി മുറിക്കുകയാണ്. കൈ ചങ്ങലയിട്ടുന്നു, കാൽച്ചങ്ങലയിട്ടുന്നു, വലിച്ചു പൊട്ടിക്കുന്നു. ആ പ്രദേശത്തേക്ക് ആർക്കും പോകാൻ ഭയമായി. അപ്പോഴാണ് ഈശോ പതുക്കെ വഞ്ചി വന്ന് ഈശോയുടെ കാല് കരയിലോട്ട് തൊട്ട ഉടനെ ഇവൻ ഓടി അലച്ചു വന്ന് യേശുവിൻ്റെ പാദങ്ങൾ കമന്നടിച്ചു വീണ് പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ, നീ ഞങ്ങളെ പീഡിപ്പിക്കാൻ നേരത്തെ വന്നോ? പിശാച് തന്നെ പറയാണ്, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ സാത്താൻ തോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, അവൻ തോറ്റു. ഈശോ പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞു. യേശുവിൻ്റെ വെട്ടം കണ്ട ഉടനെ അവൻ നിൽക്കളില്ലാതായി. ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഞാൻ പറയാം, നിങ്ങൾ അജ്ഞത കൊണ്ടോ ജിജ്ഞാസ കൊണ്ടോ എന്തെങ്കിലും കാരണം സാത്താനെ നിങ്ങൾ വണങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഈശോ നിങ്ങൾ മരിക്കും. ഞാൻ ഒരിക്കൽ ലിസി ഹോസ്പിറ്റലിൽ പനി പിടിച്ച് കിടക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫാണ്, ഒരു 10-55 വയസ്സുള്ള മനുഷ്യനാണ്, വന്ന് വലിയ ആദരവോടെ വന്ന് മുറി മുട്ടി അകത്ത് കയറി, അച്ഛാ എൻ്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോക്ക് എന്ത് വേണ്ടി, എന്താ ചേട്ടാ പ്രാർത്ഥിക്കേണ്ടത്? അവൾക്ക് പ്രാന്താണച്ചോ.
വളരെ കൂളായിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് എന്ത് പ്രായം കാണും, കല്യാണം കഴിഞ്ഞുള്ള വെച്ചാൽ ഒരു കുട്ടിയുണ്ട്, ഒരു വയസ്സ് പ്രായമായി. കഴിഞ്ഞ ആഴ്ച ഭർത്താവിൻ്റെ വീട്ടുകാർ ഞങ്ങൾ കൊടുത്ത സ്വർണവും വസ്ത്രങ്ങളും എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമുക്കത് പ്രാന്തല്ലേ. അപ്പം ചേട്ടനോട് ചോദിച്ചു, വാസവതൊക്കെ പ്രാന്തമുണ്ടാ ചേട്ടാ? അവൾക്ക് പ്രാന്തമുണ്ട്. കൺഫർമേഷൻ ആയില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും നേരത്തെ പ്രാന്ത് വന്നിട്ടുണ്ട്? പിന്നെ ഇവക്കെങ്ങനെ ഈ ചെറുപ്പത്തിൽ പ്രാന്ത് വന്നത്? ഉടനെ വിളി പറയാണേ, അച്ഛാ അവൾ ഓജോ ബോർഡ് കളിച്ചിട്ടാ. അപ്പം ഞാൻ അതിശയത്തോടെ, ഒയ്യോ ഓജോ ബോർഡ് കളിച്ച പ്രാന്ത് വരുമോ എന്ന് മട്ടിലാക്കിയിട്ട് നോക്കി. അപ്പം അയാൾ പറയാ, ഈ അച്ഛൻ അതും അറിയാൻ പാടില്ല എന്നോട് ചോദിക്കുക. ഈ അച്ഛന് ബേസിക് നോളജ് ആണത്. ഓജോ ബോർഡ് കളിച്ച പ്രാന്ത് വരും എന്ന സാമാന്യ അറിവ് പോലും ഇല്ലാത്ത കത്തനാണോ താനെന്നാ ചോദിച്ചതിൻ്റെ അർത്ഥം. ഞാൻ കൈകൂപ്പി, എൻ്റെ പൊന്നി ചേട്ടാ, എനിക്ക് ഈ അറിവ് ആദ്യമായിട്ട് കിട്ടിയതാ ഇപ്പം. എന്നിട്ട് പുള്ളി തർപ്പിച്ചു, അച്ചോ ഓജ പോലത്തെ പ്രാന്ത് വരുവച്ചോ, എൻ്റെ മകൾക്ക് അങ്ങനെ വന്നതാ കണ്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പം എനിക്ക് പ്രാന്ത് വന്നില്ലല്ലോ, വരാൻ പോകണല്ലേ ഉള്ളു. KK എക്സ്പ്രസ് 3 hours ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന അർത്ഥം എന്താ? വണ്ടി വന്നിട്ടെന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് വരികയില്ല. കാരണം എന്താണ്? നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാണ്? യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ദൈവമായി സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓജബോർഡ് കളിക്കുമ്പോൾ എന്താണ്? വിനോദമല്ലത്, അത് പിശാചുമായി ടൈപ്പാകും. അതിലൂടെ എത്ര പേര് നശിച്ചെന്ന് അറിയാവും. പക്ഷെ ഈശോ ദൈവമാണ് നീ വിശ്വസിച്ച് അവൻ്റെ മുമ്പിൽ നീ മുട്ടുകുത്തിയാൽ നിന്നിലുള്ള എല്ലാ തിന്മാധിപത്യങ്ങളും വിട്ടുപോകും. അടുത്ത് നോക്കാം, 5 വായിക്കാം. തിരുവചനം പറയുകയാണ്, ശാപത്തിൽ നിന്ന് മുക്തി നൽകും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8:1 പൗലോസ് അപ്പോസ്തലൻ ഉറപ്പോടെ പറയുകയാണ്, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല. ചില സ്ഥലത്ത് ചില ആൾക്കാരെ വഴിതെറ്റിക്കുന്നുണ്ട്, പൂർവ്വശാപം എന്നതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട്. അതൊരു മിഥ്യയാണ് കേട്ടോ. അതേപ്പറ്റി യാതൊരു അടിസ്ഥാന വേദപുസ്തകത്തിൽ ഇല്ല. അതേപ്പറ്റി നമുക്ക് വായിച്ചു നോക്കാം. താഴെ വായിക്കാം. പൂർവ്വശാപം വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യം. പുറപ്പാട് പുസ്തകത്തിൽ തിരുവചനം ശരിയായിട്ട് വ്യാഖ്യാനിക്കാത്തത് കൊണ്ടാണ് ഈ പൂർവ്വശാപത്തെ പറ്റിയുള്ള മിഥ്യാധാരണ പ്രചരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എക്സ്പ്ലിസിറ്റായിട്ട് പറയുകയാണ്, ആരും അങ്ങനെ ശിക്ഷിക്കപ്പെടുകയില്ല. തെറ്റായ ധാരണയാണ്, മാറ്റിക്കളയണം. അടുത്ത വചനം നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. നമ്പർ 6 യേശു രോഗങ്ങളിൽ നിന്ന് സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. കരയോർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യെശയ്യായുടെ പുസ്തകം 53:5 വായിക്കുന്നതാണ്, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ചില രോഗങ്ങളെപ്പറ്റി അറിവില്ലായിരിക്കാം. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ആ രോഗം പ്രവേശിച്ചിട്ടുണ്ടാകാം. അതുപോലും കർത്താവായ യേശുക്രിസ്തു നീക്കം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് 7 നോക്കുക. യേശു നമ്മുടെ ആവശ്യങ്ങൾ സഫലമാക്കും. വചനം വായിക്കാം. യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ഈ ജനം എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒരമ്മയേക്കാൾ ആർദ്രമായ അനുകമ്പയുള്ള വാക്കുകൾ. 3 ദിവസമായി യേശുവിൻ്റെ വചനം കേൾക്കാൻ വന്നവർ വീട്ടിലേക്ക് പോണ സമയമായി. ശിഷ്യന്മാരവരെ വേഗം പറഞ്ഞയക്കാൻ നോക്കുക. ഈശോ പറഞ്ഞു, അയ്യോ പറഞ്ഞയക്കല്ലേ, ഇങ്ങനെ പോയാൽ അവർ വഴി വീണു പോകും, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല. അതിനു വേണ്ടിയാണ് കർത്താവ് അന്ന് അപ്പം അത്ഭുതകരമായി വർദ്ധിപ്പിച്ചത്. ഒരു സൂചന തരികയാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെ പറ്റി കർത്താവിന് കരുതലുണ്ട്. ഞാനൊരിക്കൽ ഈ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ നമ്മുടെ മലയാള ട്രാൻസ്ലേഷനിൽ അത് വന്നിട്ടില്ല വേണ്ടവണ്ണം. അത് ഈ കാത്തലിക് ലിവിങ് ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ വെർഷനുണ്ട്. അതിനകത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ വാക്യം വായിച്ച്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ഗ്യാരണ്ടി തരുന്നൊരു കാര്യം ഇങ്ങനെയാണ്,
let him have all your worries and cares, for he is always thinking about you and watching everything that concerns you. ദൈവം സദാസമയം നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ആർക്കും ചെയ്യാൻ പറ്റും, നമ്മുടെ പെറ്റമ്മയ്ക്ക് പോലും പറ്റിയല്ല. He is always thinking about you and watching everything that concerns you. നിന്നെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും കർത്താവ് അതീവ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏഴാമത്തെ പോയിന്റ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസമാകട്ടെ, ജോലിയാകട്ടെ, പഠനം, മറ്റു കാര്യങ്ങളാകട്ടെ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ. എത്രയോ പേരല്ല ഈശോയെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു കുടുംബം എത്ര അത്ഭുതകരമായിട്ടാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വിശ്വസിക്കണം. അടുത്തത് എന്താണ്? അവസാനത്തെ എന്താണ്? യേശു 50 പേജാണ് അല്ലേ? യേശു എന്ത് ചെയ്യും? യേശു എല്ലാവരും ഉറക്കെ വായിച്ചേ പ്ലീസ്. ഒരു ഉത്തമ ക്രിസ്ത്യാനി മരിച്ചാൽ സന്തോഷിക്കണം അല്ലേ? ഒരു ഉത്തമ ക്രിസ്ത്യാനി മരിച്ചാൽ കരയരുത് വരെ ചിരിക്കണം, ആനന്ദിക്കണം. ഫ്രാൻസിസ് അസീസി പുണ്യവാൻ മരിക്കാൻ നേരത്ത് പറഞ്ഞു, കട്ടിലേന്ന് എടുത്ത് മണ്ണിൽ കിടത്താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബ്രദേഴ്സ്, അവിടെ അച്ഛന്മാരെ പോലും ബ്രദറിനാണ് വിളിക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു, കൈയടിച്ച് ഡാൻസ് ചെയ്ത് പാട്ട് പാടാൻ. അയ്യോ, അവർ പറഞ്ഞു, അയ്യോ പിതാവേ, അങ്ങ് ഞങ്ങളെ വേർപെടുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ പാട്ട് പാടാൻ പറ്റുമോ, നൃത്തം ചവിറ്റാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, ഇപ്പം ചെയ്യേണ്ടത് അതാ. കാരണം എന്താണ്? ഒരു ഉത്തമ ക്രിസ്ത്യാനി മരിക്കുന്നത് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്, ദൈവത്തിൻ്റെ കുടുംബാംഗമായി ജീവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും കാനഡയ്ക്ക് പോകുമ്പോൾ അമ്മ വന്ന്, അയ്യോ എൻ്റെ കൊച്ചു കാനഡയ്ക്ക് പോകേണ്ടി വന്നേ, അറിയോ? അയ്യോ അമ്മ പറയും, എൻ്റെ മകൾക്ക് അല്ല ജോലിയാച്ചോ, അല്ല ജോലിയാ കാനഡയിലും. പക്ഷേ ഒരു ക്രിസ്ത്യാനി മരിച്ചു കഴിയുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക്, നിത്യജീവനിലേക്ക്. സ്നേഹം